ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 കലാകാരന്മാരാണ് ഇന്ന് റേഡിയോ 91.7 FM ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിനു തൃക്കാക്കരയും. വെൽക്കം ടു റേഡിയോ സിനോ. നമസ്കാരം. അപ്പോൾ എന്തായാലും ഇടിയൻ ചന്തു തന്നെ തുടങ്ങാം. ആ ഒരു പേരിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് എന്തായിരിക്കും എന്നുള്ളത്. ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം? ഇടി എന്തായാലും പ്രതീക്ഷിക്കണം. ആ പേര് പോലെ തന്നെയാണ്. അതിലൊരു നല്ല കഥയുമുണ്ട്. അപ്പം നമ്മുടെ മലയാളത്തിൽ നമ്മളൊരിക്കലും വെറുതെ ഇടി കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ഇടിയൻ ചന്തു. ഈ ചന്തു ഇടി മേടിക്കുന്ന ആളാണോ ഇടി കൊടുക്കുന്ന ആളാണോ? രണ്ടും ഉണ്ട്. ഇടി നന്നായിട്ട് മേടിക്കണമുണ്ട്, ഇടി കൊടുക്കണമുണ്ട്. അപ്പൊ അത് എന്തിനൊക്കെ വേണ്ടിയാന്നുള്ളത് ആ സിനിമ കാണുമ്പോഴാണ് അതിന്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. ഇതിന്റെ ഇടിയുടെ ആ വെയിറ്റ് അറിയണമെങ്കിൽ ഇടി ആരാണ് കൊടുത്തത് അല്ലെങ്കിൽ ഇടി ആരാണ് മേക്ക് ചെയ്തതെന്ന് എടുത്തു നോക്കേണ്ടതാണ്. പീറ്റർ ഹെയ്ൻ എന്ന് പറയുന്ന അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റണ്ട് മാസ്റ്റർ ഒരു വലിയ ഇടവേള കഴിഞ്ഞ് മലയാളത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം പോലും ഭയങ്കര പ്രതീക്ഷയോടുകൂടി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു മൂവിന്ന് പല ഇന്റർവ്യൂസിലും ഞങ്ങൾ കണ്ടു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കണക്ഷൻ? അത് ഈ ഇടിയൻ ചന്തു എന്ന് പറയുന്നതിൽ ഈ ചന്തു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ചന്തു ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 1 ലൈൻ മാസ്റ്ററോട് പറയുമ്പോൾ തന്നെ പുള്ളിക്കത് ഭയങ്കര കണക്റ്റായി. പുള്ളി പറയുന്നത്, എനിക്ക് എൻ്റെ ബാല്യകാലത്ത് ഞാൻ നേരിട്ട ഒരു ട്രോമയുണ്ട്, അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതും കൊണ്ട് ജയിലിൽ വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എൻകാഷ് ചെയ്താണ്, അതിനെ എങ്ങനെ ഒന്ന് തരംതിരിച്ചെടുക്കാന്നുള്ളത് നോക്കിയാണ് ഞാൻ ഫൈറ്റ് മാസ്റ്റർ ആയത് എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ ബാല്യം ഞങ്ങളുടെ ഈ 1 ലൈൻ കേട്ടപ്പോഴേ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. പുള്ളി പിന്നെ നമ്മളെക്കാളും ഇൻവോൾവ് ആയിട്ടാണ് ഈ സിനിമ, ഇതിലെ ഓരോ സീക്വൻസുകളും പുള്ളി മനസ്സിൽ ഡെവലപ്പ് ചെയ്തതും കൺസീവ് ചെയ്തതും ഒക്കെ. അപ്പോൾ അതും കൊണ്ട് തന്നെ പുള്ളി നമുക്ക് വേണ്ടി പുഷ്പ 2 ഷൂട്ടിംഗ് ഡേറ്റ്സ് വരെ അവിടെ പുള്ളി തന്നെ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. പുഷ്പ 2 വരെ വെല്ലുവിളിയായിട്ടുണ്ട് ഇടിയൻ ചന്തു അല്ലേ? അപ്പൊ ഇടിയൻ ചന്തുവിന്റെ കൂട്ടുകാരനാണോ ബിനു അവതരിപ്പിക്കുന്ന ക്യാരക്ടർ? എന്താണ് ഇടിയൻ ചന്തു? ബിനുവിന്റെ കാര്യം ഇതിൽ വളരെ സർപ്രൈസിംഗ് ആണ്. അതായത് ബിനുവിനെ നമ്മൾ പല പല രൂപത്തിലും ഭാവത്തിലും പല ഗെറ്റപ്പുകളിലൊക്കെ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ പക്ഷെ നമ്മൾ ബിനുവിനെ കാണില്ല. അവൻ അദൃശ്യനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ അഭിനയിച്ചിട്ടില്ല, അത് തന്നെ എഴുത്തില് മാത്രം. അതെ, ഇതിന്റെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ആണ് ബിനു. ശ്രീജിത്ത് ഇതൊരു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിക്ക് ശ്രീജിത്തേട്ടൻ, നമ്മുടെ ഡയറക്ടർ ശ്രീജിത്ത് വിജയൻ്റെ സ്കൂൾ ഓർമ്മകളിലെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ആ ഒരു സ്റ്റേജ് തുടങ്ങി ശ്രീതണ്ണൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വരാറുള്ള കഥകൾക്ക് ഒരു 70% കഥകൾക്ക് ഒരു പൊതു സ്വഭാവം കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന കഥകൾ നമുക്ക് കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു പരിപാടിയാണ് പുള്ളി പ്ലാൻ ചെയ്തതും എൻ്റെ അടുത്ത് പറയുന്നു. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞങ്ങളത് വീണ്ടും വീണ്ടും അതിൽ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുമ്പോൾ ബിനു തൃക്കാക്കരയും ശ്രീജിത്ത് വിജയനും ഞാനും എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്താൻ ഞങ്ങളെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇതിൻ്റെ മേക്കിങ്ങിലാണെങ്കിലും പീറ്റർ ഹെയ്ൻ വന്നു കഴിഞ്ഞപ്പോൾ മാസ്റ്ററുടേതായിട്ടുള്ള ഇൻപുട്ടുകളുണ്ട്. ഇപ്പം ലെന ചേച്ചി, അപ്പം എല്ലാവർക്കും അവർക്കൊരു എന്താ പറയുക, അവരുടേതായിട്ടുള്ള ഇൻപുട്സ് തരാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് ശ്രീജിത്തേട്ടൻ. അപ്പോൾ അതിന്ന് ഏതാണ് നല്ലത്, ഏതാണ് ഇതിന് വേണ്ടതെന്ന് തിരിച്ചറിയാനുള്ള വ്യക്തമായ ബോധമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാവരും. വളരെ ഹാപ്പിയാണ്, വലിയ പ്രതീക്ഷയിലുമാണ് ഈ സിനിമയിൽ. ബിനുവിന്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചുകൂടി എനിക്ക് തോന്നി ചോദിക്കാൻ, എന്തൊക്കെയാണ് സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ഫുള്ള് ക്ലൈമാക്സ് ഇടി മാത്രമാണ് നമ്മുടെ ആദ്യ എഴുത്തിൽ ഞങ്ങൾ പുള്ളി പറയുമ്പോഴൊക്കെ ക്ലൈമാക്സിലൊരു ഇടിയുണ്ട്, അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഏതായാലും പറയുമായിരുന്നു. പിന്നീട് ഞങ്ങളെല്ലാവരും എഴുതി വന്നപ്പോൾ ഇതിനകത്തൊരു ഇമോഷണൽ കണ്ടന്റ് കൂടി വന്നു. അപ്പം അത് എനിക്ക് കൂടുതൽ, ഇവനിപ്പോൾ വിഷ്ണു ഇടീനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞെങ്കിലും എനിക്ക് കൂടുതൽ കണക്ട് ആയത് ആ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടാണ് കണക്ട് ആയത്. ഇടി ഇല്ലെന്നല്ല, ഇടിയുണ്ട്, പക്ഷേ ഈ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം. ഇപ്പോൾ ഇടി എന്ന് പറയുമ്പോൾ എല്ലാവരും യൂത്തിൻ്റെ മാത്രം പടമാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, ഇത് ഫാമിലിക്കും കൂടി കാണാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിനകത്ത് ഞാൻ അഭിനയിക്കുക. അപ്പോൾ ഞാൻ പറയടാ ഇതിനകത്തൊരു വേഷം തടയാൻ അപ്പോൾ ഇല്ലില്ല നീ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ അഭിനയിച്ചിട്ട് പോകുന്നല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ അസോസിയേറ്റ് പോലത്തെ സലീഷ് കരിക്കൻ എന്ന് പറഞ്ഞ ആളുണ്ട് അസോസിയേറ്റ്. എന്നാലും ആർട്ടിസ്റ്റുകൾക്ക് പോയിട്ട് ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാനായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ വേറെ അനുഭവം നേരത്തെ ഒരു സ്ഥലത്ത് പറഞ്ഞത്, അതായത് ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യം സീൻസാണ് എടുത്തു പോയത്. അപ്പോൾ സീനൊക്കെ എടുത്ത് പോയി. പിന്നെയാണ് പുള്ളി വരുന്നത് ഫൈറ്റ് എടുക്കാൻ വേണ്ടി. ഫൈറ്റ് എടുക്കണ ദിവസം ഞാൻ ദുബായിക്ക് പോകണം. ഞാനും വിഷ്ണുവും കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇവർ പോണതിൻ്റെ തലേദിവസം ഞാൻ പോയി. അപ്പോൾ ഞാൻ പോണ ദിവസമാണ് പീറ്റർ ഹെയ്ൻ ജോയിൻ ചെയ്യണം, വന്ന് ലാൻഡ് ചെയ്യണത്. ഈ സമയത്ത് എൻ്റെ ഇതവിടെ ഇല്ല. ഞാൻ ഒരു ഇതായില്ല, ഞാൻ അപ്പോൾ കണ്ടില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ അവിടെ ഇല്ല, ഞാനില്ല എന്താണ്. അപ്പോൾ തിരിച്ച് ഞാൻ വന്നപ്പോൾ ഞാൻ കളത്തിന് പുറത്തായി പോയി. ഇവിടെ ഞാൻ വന്നപ്പോൾ വീട്ടിലെ ഒരു ഫൈറ്റ് നടക്കണേ. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാട് ബഹളം ഇടി. അപ്പോൾ എനിക്കാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ആർട്ടിനോട് പോയി പറയാനില്ല, ഇടിക്കണോടത്ത് എന്തോ പറയാൻ പുള്ളി തന്നെയുള്ള ചെയ്യണം. അപ്പോൾ എന്നെ കാണുന്നത് പുള്ളി എല്ലാ ദിവസം രാവിലെ, ഞാനാണ് ആ സമയത്ത് എല്ലാ ദിവസവും പൂജ, ഈ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ക്യാമറക്ക് പൂജ ചെയ്യും. അപ്പോൾ ഈ തേങ്ങയിൽ മറ്റേ കർപ്പൂരമൊക്കെ കത്തിച്ച് ഇങ്ങനെ ഒഴിയും ക്യാമറ. അത് ഡെയിലി ഞാനാണ് ചെയ്യണത്. അപ്പോൾ ഇത്രയും 1 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനാണ് ചെയ്യണത്. പിന്നീടുള്ള ഇടി സമയത്തൊക്കെ ഞാൻ രാവിലെ വരുന്നു, ക്യാമറ ഒഴിയുന്നത് കാണുന്നു, പിന്നെ ഞാൻ എന്നെ കാണല്ല. പിന്നെ ഇവര് ഇടി നടക്കുന്നു, വൈകുന്നേരം പോകുന്നു, പിറ്റേ ദിവസം. അപ്പോൾ ഒരു ദിവസം ഇവര് പുള്ളിയോട് ഇങ്ങനെ ഇവരുണ്ടാക്കി അതാണ് പുള്ളി ചോദിച്ചത് ഇവരോട്, അന്ത പൂജാരി പുള്ളിയോട് പറയുമ്പോൾ ഞാൻ പൂജ ചെയ്യാൻ വന്നേക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എൻ്റെ പരിപാടി ഉണ്ട്, മാസ്റ്റർ അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനത് വിശ്വസിക്കുകയും ചെയ്ത് 2 ദിവസം വിഷമം ഇട്ട് കിടന്ന് പൂജാരിയാണെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞ. ഈ പറഞ്ഞ നിങ്ങളുടെ സിനിമകളിൽ കുറെ ഡയലോഗുകൾ നമുക്ക് ഭയങ്കര കണക്ട് ചെയ്ത ഡയലോഗുകൾ, നമ്മൾ ഈ കോമൺ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ സംസാരിച്ച് പോകാറുണ്ട്. ഈ ഡയലോഗുകളൊക്കെ സാധാരണ ഞങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇതിനെ ഡയലോഗിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത് കൂടുതൽ ഞങ്ങൾ തന്നെ പറയുന്നത് കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേരുണ്ട്. ഞങ്ങളുടെ ഒരു എന്ത് പേര് പറയണ പേര് മാറ്റി ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നേരത്തെ സിനിമകൾ, അത് മനസ്സെന്നാണ് നേരത്തെ. അപ്പം ഈ അടുത്ത് ഇപ്പം പേര് മാറ്റിയത് മാസ് എന്നല്ല, കുഴപ്പമൊന്നുമില്ല, മാസ് എന്നാണ് പേര്. കാരണം മനസ്സെന്ന് പറഞ്ഞ കുറേ അതായത് ഒരു അപ്ഡേഷനും ഇല്ലാണ്ട് കുറേ കിളവന്മാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി എല്ലാത്തിനും തന്തവൈബും. ഒന്നാമത്തെ കാര്യം ഈ പേര് മാറ്റണം എന്ന് ഇവനാണ് ആ പേരിട്ട ആള്. വെറുതെ ഇവനെ ട്രോളാൻ വേണ്ടി പറഞ്ഞ് നമുക്ക് സ്റ്റൈലായിട്ട് പേര് വേണം, അങ്ങനെ മാസെന്നാക്കാന്ന് പറഞ്ഞു. മാസെന്നാക്കിയോടുകൂടി അതോടുകൂടി പിന്നെ ഗ്രൂപ്പിലാണ് ഇല്ല ഗ്രൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഓക്കെ, ഈ സിനിമയുടെ കാര്യം നോക്കുമ്പോൾ ഇമോഷൻ ഉണ്ടെന്ന് പറഞ്ഞ്, ഇടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്ക്രിപ്റ്റിലുള്ള ആളുകളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കോമഡി ഉണ്ടാവുമോ ഈ മൂവിയിൽ? എത്രമാത്രം കോമഡി പ്രതീക്ഷിക്കാം? കോമഡി പടമല്ല, ഇടിക്ക് തന്നെയാണ് പ്രാധാന്യം. ഇടിയെന്നും ശരിക്കും വിളിച്ചുകൂടാ, ആക്ച്വലി തല്ലെന്ന് വേണം പറയാൻ. നാടൻ തല്ലാണ്. കാരണം നമ്മൾ മാസ്റ്റർ ചെയ്ത പീറ്റർ ഹെയ്ൻ സിനിമകൾ എടുത്തു നോക്കിക്കഴിയുമ്പോൾ അതിനൊക്കെ ഓരോന്നും ഓരോ പാറ്റേണാണ്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലുണ്ട്. അപ്പം ഞാനും ഇതിൽ പുള്ളി വന്നിട്ട് എന്തായിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോണ സ്റ്റൈൽ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒന്ന് ബോഡി ഫ്ലെക്സിബിൾ ആവാൻ കരാട്ടെ കോച്ചിങ്ങിന് പോകണോ എന്നൊക്കെ അറിയാം. അപ്പോൾ മാസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സ്കൂൾ പയ്യന്മാർ തമ്മിൽ നടക്കണം, അതിൻ്റെ ഇടയിൽ നടക്കണം. അപ്പോൾ അതിൽ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ളൊരു പോസ് പോലും പാടില്ല. നിവൃത്തികേട് കൊണ്ട് പെട്ടെന്ന് ഉരുണ്ടടിച്ച് വീണാൽ എങ്ങനെയായിരിക്കും ആ ഒരു സാധനം വരാൻ പാടുള്ളൂ. ഇപ്പോൾ കമ്പോസ്ഡ് ആണെന്ന് തോന്നിയാൽ അതിൻ്റെ അപ്പൊ ഈ സിനിമയ്ക്ക് പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന പാറ്റേൺ അതാണ്. നമ്മൾ ഒരാളെ ഇടിക്കുമ്പോൾ ബാക്കി ഗുണ്ടകൾ വെയിറ്റ് ചെയ്യണ പരിപാടി ഇതിലില്ല. ഇതില് 40-50 ഗുണ്ടകളാണ് ക്ലൈമാക്സ് ഫൈറ്റിന് വന്ന് നിൽക്കുന്നത്. ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു 300ഓളം സ്റ്റുഡൻസ് ആണ്, പിന്നെ അധ്യാപകര്, അങ്ങനെ അഭിനയിക്കുന്ന ബാക്കി ആർട്ടിസ്റ്റുകൾ എല്ലാവരും. അപ്പൊ അങ്ങനെ ടോട്ടൽ ഒരു 400ഓളം പേര് ഒരുമിച്ച് കയറി മേഞ്ഞാൽ എന്താവും സംഭവിക്കുക, അതെങ്ങനെ ക്യാപ്ചർ ചെയ്യുമെന്നുള്ളതാണ് പുള്ളി നേരിട്ട വെല്ലുവിളി. പക്ഷെ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഫ്രെയിമിൽ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ട്. അല്ലാതെ ഇപ്പൊ 2 പേര് തമ്മിലുള്ള ഇടി കാണിക്കുക ആ പരിപാടി ഇല്ല. എല്ലാ ഫ്രെയിമിലും മിനിമം 100-150 പേരെ നമുക്ക് കാണാം. കൂട്ടയിടിയാണ്. അപ്പൊ എന്തായാലും ഇടിയൻ ചന്തുവില് ലെന ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഇതിന് കുറെ ലേയേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങളിതിനെ ഒരു ഇടിപ്പടമായിട്ട് മാത്രം
കാണേണ്ട ആവശ്യമില്ല, ഒരുപാട് ലെയേഴ്സ് വന്നു പോകുന്നുണ്ടെന്ന് പറയുന്നു. അതെന്തൊക്കെയാണ് ആ ലെയേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്? അതിപ്പോ മാത്രമല്ല ആൾ ആ സിനിമയെ ഭയങ്കര വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ആളുടെ ലൈഫിലൊരു ഏറ്റവും നല്ല സിനിമയായിട്ട് കണക്കാക്കുന്നു എന്നൊക്കെ നല്ല വാക്കുകൾ ആൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് ഈ സിനിമയുടെ എഴുത്തിൻ്റെ ആ പ്രോസസ്സിനിടയിൽ തന്നെ ഇതിലെ ഈ അമ്മവേഷം ചെയ്യുന്നത് ഒരു നല്ല ആക്ട്രസ് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ലെന ചേച്ചിയെ പോലെ ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ വെറുതെ ഒരു ഡമ്മി അമ്മയായിട്ട് കാസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ വരുകയില്ല. അപ്പോൾ അതിനുള്ള ഡെപ്ത് വേണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ക്യാരക്ടറിനും ഒരു ബാക്ക് സ്റ്റോറിയും അവരുടെ ക്യാരക്ടറൈസേഷനും ബിൽഡ് ചെയ്തിരിക്കുന്നത് ഓരോന്നും സെപ്പറേറ്റ് ആണ്. ഇപ്പം ഹീറോയിനായിട്ട് ആരെ വിളിക്കണം, അപ്പോൾ അവരെ വിളിച്ചാൽ അവർക്ക് റിജക്റ്റ് ചെയ്യരുത്. നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ നിർമ്മിക്കുകയാണ്, അതിലേക്ക് വിളിക്കുമ്പോൾ വെറുതെ നമ്മുടെ സൗഹൃദത്തിൻ്റെ പേരിൽ വന്ന് ചിലപ്പോൾ ചെയ്യാൻ തയ്യാറാവുമായിരിക്കും, പക്ഷെ എന്നാലും അതുപോരാ, അവർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറിയും ഐഡന്റിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് ലെയർ ഉണ്ട്. ഇപ്പൊ തിരികെ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഗോപി കൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടി, അവൻ ഈ പടത്തിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്യാരക്ടറിനുള്ള ഡെപ്തും അതിന് ഇതിലുള്ള സ്ക്രീൻ സ്പേസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജയശ്രീ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, അവളാണ് ഈ സിനിമയിലെ ഹീറോയിൻ. ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടറാണ് വിദ്യ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അവളാണ് ഈ സിനിമയിലെ ഹീറോയിൻ. ലെന ചേച്ചി ചെയ്തിരിക്കുന്നത് ഇന്ദു എന്ന് പറയുന്ന ക്യാരക്ടറാണ്. എൻ്റെ പേഴ്സണൽ ഒരു കാഴ്ചയിൽ ഞാൻ പറയുന്നത് ലെന ചേച്ചിയാണ് ഈ സിനിമയിലെ ഹീറോയിൻ. ആക്ച്വലി അവരുടെ ഒരു ജേണി ഉണ്ട്. ഇന്ദു ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരനായ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം, അവരുടെ മകൻ, അവരുടെ ഭർത്താവിൻ്റെ മരണം, ഈ മകൻ്റെ സ്വഭാവ വൈകല്യം, ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് സ്വഭാവത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു 5ാം ക്ലാസ് വരെ ഇവൻ സ്പെഷ്യൽ സ്കൂളിലാണ് ഇവനെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. എവിടെ പോയാലും അവിടെ നിന്ന് TC കൊടുത്തു വിടും, ഓരോരോ പ്രശ്നങ്ങൾ കാരണം. അങ്ങനെ സ്കൂളിൽ നിന്ന് +2 എഴുതാനായിട്ടൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അത് ലാസ്റ്റ് ഇയറിൽ നിൽക്കുന്ന സമയത്ത് പഴയ തറവാട്ട് വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലേക്ക് ഇവനെ കൊണ്ട് പറിച്ച് നടുന്ന അവിടെയാണ് സിനിമ തുടങ്ങുന്നത്. അപ്പം ഈ ഒരു ജേണിയിലൂടെ കടന്നു പോകുന്ന ഇന്ദുവിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതും കൂടിയാണ് ഈ സിനിമ. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇതൊരു ലെയറാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഈ സിനിമ കാണുമ്പോൾ ഈ പല ലെയറുകളും നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ഇതെല്ലാം കൊമേഴ്ഷ്യലി ഷുഗർ പാക്ക് ചെയ്തിരിക്കുക. അതിനാണ് ഈ പറഞ്ഞ നമ്മളെ പീറ്റർ ഹെയിൻ്റെ പരിപാടികൾ. അതിൽ അവിടെ ഇവിടെ തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബിജു സോപാനത്തിന്റെ ഒരു ക്യാരക്ടറുണ്ട്, സ്മിനു ചേച്ചിയുടെ ക്യാരക്ടറുണ്ട്, അവരുടെ ഇരട്ടകളായ 2 പെൺകുട്ടികളുണ്ട്. ഇവർക്കൊക്കെ വന്നു പോകുന്ന അവർക്കൊക്കെ സ്പേസ് ഉണ്ട് ഈ സിനിമയിൽ. ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമാ, നല്ല സുഖമാ. അല്ല, ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് വരെ ഡീൽ ചെയ്യാത്ത ചില കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരികയാണ്. ചിലപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു. നമ്മൾ ഒരുപാട് കാലമായിട്ട് കടന്നു പോകുന്നുണ്ട് അതിലൂടെയൊക്കെ, പക്ഷെ നമ്മളായിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. ഡിഫറൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു പുതിയ അനുഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്കൊരിക്കലും അത് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. എനിക്കത് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യാണ്. ഈ പ്രശ്നങ്ങളും കൂടിയാണ് കേട്ടോ എൻജോയ് ചെയ്യണം. അതെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അതൊരു ട്രിപ്പിംഗ് ആണല്ലോ. ഇഷ്ടായോ ആ പരിപാടി? ഇഷ്ടമായി. നീ ധാരാളം പടങ്ങൾ നിർമ്മിക്കാൻ പറ്റട്ടെ. അതെ, പറ്റട്ടെ. ഈ സിനിമയുടെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഒക്കെയാണ് നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്യണം. ഒബ്വിയസ്ലി അത് വരികയും അതിൽ നിന്ന് നമുക്ക് പുതിയ സിനിമകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയൊക്കെ ചെയ്യട്ടെ. യെസ്, അതിനിടയിലാണ് ഇത്രയും ലെയറുള്ള ഇത്രയും കഥാപാത്രങ്ങളുണ്ട്. തിരക്കഥയിൽ ഫുൾ ടൈം നിന്ന വിനുചേട്ടൻ എന്തുകൊണ്ടൊരു റോള് പ്രൊഡ്യൂസർ കൊടുത്തില്ല? അസ്വസ്ഥരാണ് ഞങ്ങൾ ആരാധകർ, അസ്വസ്ഥരാണ്. ഡയറക്ടർക്കായിരുന്നു നിർബന്ധം, ഒരു കാരണവശാലും ഇവനെ അഭിനയിപ്പിക്കരുത്. അങ്ങനെ അഭിനയിക്കാൻ പറ്റിയ ഒരു സാധനങ്ങളില്ലായിരുന്നു. കൂടുതലും +2 കുട്ടികളായതുകൊണ്ട് ഞാൻ പിന്നെ എന്നെ +2 ആയിട്ട് തോന്നില്ല, സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് തോന്നുള്ളൂ. അപ്പോൾ പിന്നെ അതൊരു വേറെ സംഭവം ഉണ്ടായി. ഇതിനകത്ത് ഇടിയുടെ സാധനം പറയുമ്പോൾ അല്ല, അതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് കയ്യടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ ഗോപികൃഷ്ണന്റെ ക്യാരക്ടർ. അതായത് നമ്മുടെ തൊമ്മി എന്നാണ് അവൻ്റെ പേര്, ക്യാരക്ടറിൻ്റെ പേര്. അവൻ ചെയ്തേക്കണത് അടിപൊളിയായിരുന്നു. അവൻ അത് കാണുമ്പോൾ മനസ്സിലാവും പ്രേക്ഷകർ. ഇടിയുടെ കാര്യം പറയുന്നത് അത് നീ നേരത്തെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും പറയാം. അതായത് ഫൈനൽ ഇടി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പേടിയാണ്. കാരണം ഈ സ്കൂളിലെ പിള്ളേരെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ തന്നെയാണ് കൂടുതലും ആ ഇടിയിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ
ഇത് ഈ കുട്ടികൾ 100-300 പേരുണ്ട്. അപ്പോൾ ഡെയിലി ഇടിയാണ്, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വെയിലത്ത് കിടന്ന് പൊരിഞ്ഞ അടിയാ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പറ്റില്ല, അത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ഗുണ്ടകളുണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞായി എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. അപ്പോൾ ഇവൻ്റെ കെയർ ഓഫിലൊരു കുറച്ച് ഗുണ്ടകളായിട്ട് അഭിനയിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ അവർ പണ്ടത്തെ ഗുണ്ടകളാന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര കലിപ്പ് നോട്ടമൊക്കെയാണ്. അപ്പോൾ ഒന്ന് കൂടുതൽ വേഷം കിട്ടാൻ വേണ്ടി ഒന്നുകൂടി കലിപ്പ് നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഇവരെ പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചു കുത്തി വന്ന് ഫ്രണ്ടിലേക്കാണ് പിള്ളേരൊക്കെ മുമ്പിൽ ഇടിക്കുക. ഫസ്റ്റ് ദിവസം ഇടിയില്ലല്ല, മറ്റേ ഡയലോഗൊക്കെ എടുത്ത് എന്നൊക്കെ പറഞ്ഞ് വന്നതും അതൊക്കെ ഷോട്ടുള്ളു. ഇവന്മാർക്ക് കൊള്ള സംഭവം കൊള്ള, ഉച്ചക്ക് ഫുഡ് കിട്ടും, നല്ല കാശ് കിട്ടും. 2 ദിവസം പിറ്റേ ദിവസം ഇടി തുടങ്ങി. ഇടി അങ്ങോട്ട് തുടങ്ങിയിട്ട് പിള്ളേർക്ക് വല്ല നോട്ടമുണ്ട്. ഇവരുടെ കയ്യിൽ ഹോക്കി സ്റ്റിക്കൊക്കെ മറ്റേ സാധനമാണ്, മറ്റേ ഡമ്മിയാണ്. അയ്യോ ഈ സാധനം വെച്ചിട്ട് നല്ല അടിയാണ് തുടങ്ങിയിട്ട് ഇവർക്ക് തിരിച്ചടിക്കാൻ പാടില്ല. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ഇവരെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണില്ല. പിന്നെ വിളിച്ച് കുറേ കഴിഞ്ഞ് ഫോൺ വിളിച്ച് ഞാൻ വന്നില്ല, എനിക്ക് ഗുണ്ടകളൊക്കെ കരഞ്ഞിട്ട്. അല്ല ഇടിയുടെ സമയത്തില്ലേ, പിന്നെ കുറെ സമയത്ത് ബ്രേക്ക് കഴിഞ്ഞ പിന്നെ ഒരു കാണൂല, ഇവര് വല്ലയിടത്തും ഒളിച്ചു പോയി കിടന്ന് ഉറങ്ങും. എന്നിട്ട് ഗുണ്ടകളൊക്കെ വിളിച്ചു വരുന്നത്. അങ്ങനെ കുറെ രസകരമായ സംഭവം. ക്ഷീണമുണ്ട്. ഇപ്പം ഇതിനിടയിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും വിപിൻ ജോർജ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ കോമ്പിനേഷൻ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്, ഒരുപാട് ആരാധിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. കാരണം നിങ്ങളുടെ സ്ക്രിപ്റ്റുകളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് ഡയലോഗ്സ് വന്നിട്ടുള്ളതാണ്. സോ നിങ്ങളുടെ പണിപ്പുരയിൽ ഇപ്പോൾ എന്താണ് വെയിറ്റിംഗ്? ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ബിബിൻ ഇപ്പോൾ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റിവോൾവർ റിംഗോ എന്ന് പറയുന്ന കുട്ടികളുടെ കൂടെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞങ്ങൾ ഒരു 10 ദിവസമെങ്കിലും ഗ്യാപ്പ് കിട്ടി അപ്പം തന്നെ നേരെ ഞങ്ങൾ മാറിപ്പോയിരുന്നിട്ട് അത് അതിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് ഇരിക്കും. അത് ഏകദേശം തീരാറായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും പുറത്ത് പറയാനായിട്ടില്ല. അല്ല സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ആയി. പക്ഷെ അതൊരു നമ്മൾ പറയണമെങ്കിൽ പ്രൊജക്ടിൻ്റെ ഏകദേശം ഒന്ന് സംഭവം ഓണായിട്ട് പറയണല്ലോ. കോമഡി മൂഡ് തന്നെ, കോമഡിയും മാസും ഇഷ്ടപ്പെട്ടതാണ് നമുക്കെല്ലാം. ഈ +2 പിള്ളേർ ഡിഡി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് അതിന്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഈ +2 കാലത്തെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തു ഈ സിനിമ. കാരണം വെൽക്കം ബാക്ക് ടു സ്കൂൾ എന്നുള്ള ടാഗ് ലൈൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് +2കാരെ ഒന്ന് ഉണർത്തുന്ന സിനിമയായിരിക്കുമോ? അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അപ്പൊ +2നെ മാത്രമല്ല, +2 കാലമാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ആ സ്കൂളും ഒക്കെ അങ്ങനെയാണ്, ഹയർ സെക്കൻഡറി പിള്ളേരെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഈ യൂണിഫോം ഇട്ടവർക്കൊരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ യൂണിഫോം ഇട്ട് നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് ഒരു സിനിമയ്ക്ക് പോയാൽ ആ തിയേറ്ററിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് പോണ പോലെ അല്ല, ഒരുമിച്ച് യൂണിഫോം ഇട്ട ഒരു 4-5 കൂട്ടുകാർ ഒരുമിച്ച് ചെല്ലുമ്പോൾ വേറൊരു വൈബാണ്. അപ്പോൾ ഒരു മോബ് സൈക്കോളജി എന്ന് പറഞ്ഞ പോലെ സാധനം ഉണ്ടല്ലോ. ആ ഒരു ആവേശത്തിൽ കൂടെ ഇച്ചിരി നെഞ്ചുരുവ് കൂടും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പടം ഉറപ്പായിട്ടും വേറൊരു രീതിയിൽ കുറച്ചും കൂടി കണക്ട് ആവും, കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. വിഷ്ണുവിന്റെ സ്കൂൾ ലൈഫിൽ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നമ്മളിത് നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫുകളിൽ കണ്ട പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ സ്കൂൾ ലൈഫിൽ ഒരിക്കലും ഇടി ഉണ്ടാക്കാനും പോയിട്ടില്ല, ഇടി കിട്ടുന്ന സാഹചര്യത്തിലും ദൈവം സഹായിച്ച് പോയിട്ടില്ല. ഭയങ്കര പാവായിരുന്നോ? ആ പാവായിരുന്നു, നല്ല പയ്യനായിരുന്നു, മുടുക്കനായിരുന്നു. പക്ഷെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇടിയന്മാര് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ നമ്മള് ലോകത്ത് ആരോട് ചോദിച്ചാലും അവരുടെ ക്ലാസ്സിൽ മിനിമം ഒരു ഇടിയനെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ എല്ലാ ഇടിയന്മാർക്കും കണക്ട് ആവും, ഇടിയന്മാരെ പരിചയമുള്ള ബാക്കി എല്ലാവർക്കും കണക്ട് ആവും എന്നാണ് നമ്മുടെ ഒരു ഇടിയന്മാർക്ക് സമർപ്പിക്കുന്നു ഈ സിനിമ, ഇടിയന്മാരുടെ കൂട്ടുകാർക്കും. ഓക്കെ, അപ്പം ഈ ഒരു മൂവിയുടെ ഒരു കംപ്ലീറ്റ് ട്രൂവിനെ കുറിച്ച് ഇപ്പം നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണെന്നുള്ളത്. അപ്പോൾ നേരത്തെ ചന്തുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്തു ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ചന്തുവിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇടിയൻ ചന്തു എന്നുള്ളൊരു പേരുമുണ്ട്. സോ ചന്തുവിൻ്റെ ക്യാരക്ടർ എന്താണ്? ചന്തു ഇതിലൊരു തമിഴ് ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. സലീമേട്ടനും ഈ സിനിമയിലുണ്ട്. കോമ്പിനേഷൻ ഇല്ല അവർക്ക്, ഒരുമിച്ചുള്ള സിനിമയാണ്. അതെ, രണ്ടുപേരും ഒരുമിച്ചുള്ള സിനിമ. ഞാനൊരു കോമ്പിനേഷൻ പ്രതീക്ഷിച്ചിരുന്നു. അല്ല, സലീമേട്ടൻ
സലിമേട്ടൻ പോലീസുകാരനായിട്ടാണ്. സലിമേട്ടൻ ഇപ്പൊ അധികം സിനിമകൾ ചെയ്യണില്ല, പക്ഷെ നമ്മൾ ഈ അടുത്തൊന്നും പുള്ളിനെ കാണാത്ത ഒരു എനർജിയിൽ ഈ സിനിമയിൽ നമുക്ക് കാണാം. കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളതിന് നമുക്ക് പഴയ ഒരു വൈബ് കിട്ടണ ഒരു പരിപാടിയാണ്. ഞങ്ങൾ ട്രെയിലറിൽ അതിന്റെ ഒരു കട്ട് വെച്ചിട്ടുണ്ട്. ട്രെയിലർ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോവാണ്. ഓക്കെ ഓക്കെ. ഒപ്പം തന്നെ എന്തായാലും കുറച്ച് പഴയ സിനിമകളിലേക്ക് കൂടെ പോകാൻ ഒരാഗ്രഹം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത്തരം വിശേഷങ്ങളൂടെ ചോദിക്കാനായിട്ടുണ്ട്. ഈ ഡയലോഗുകളിൽ ഇപ്പം നമുക്ക് ഒരു കുറച്ച് മുമ്പ് ഡിജിറ്റൽ സിജിൽ പറയായിരുന്നു മറ്റേ റമോ പാട്ടുണ്ടല്ലോ, കുറെ സാധനങ്ങളില്ല. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്? അതൊക്കെ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ പറയണ പോലത്തെ തമാശകളും അതിന്റെ ഇടയിൽ ചിരി കിട്ടിയ സാധനങ്ങൾ നമ്മൾ പടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഓൾറെഡി ഇങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കി, ഇത് നമുക്ക് ഉപയോഗിക്കാം എന്ന്. ഞങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഇന്ന് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ, എന്തെങ്കിലും തമാശ കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ എന്തായാലും പറഞ്ഞു ചിരിക്കും. നാട്ടിൽ ചെന്ന് നമ്മളെ കൂട്ടുകാരുടെ ഇടയിൽ പറഞ്ഞ് പിന്നെയും ചിരിക്കും. നോട്ട് ചെയ്ത് വെക്കും. ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ കിടക്കും. പിന്നെ ഇത് എഴുതാതിരിക്കുന്ന സമയത്ത് മറ്റേത് ഇവിടെ സ്യൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ നോട്ട് ചെയ്ത് ചിലതൊക്കെ നോട്ട് ചെയ്തും വെക്കും. ഇത് നമുക്ക് എന്തായാലും പടത്തിൽ ഉപയോഗിക്കാം. പക്ഷെ എഴുതുന്ന സിനിമയിൽ ചിലപ്പോൾ അത് മാച്ച് ആവൂല, അതങ്ങനെ ഇരിക്കും. ചിലപ്പോൾ അടുത്ത സ്ക്രിപ്റ്റ് എഴുതുമ്പോഴായിരിക്കും മാച്ച് ആവണം. ചിലപ്പോൾ ഇതൊന്നും അല്ലാണ്ട് നമ്മൾ അഭിനയിക്കാൻ പോണ ഏതെങ്കിലും പടത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും മറ്റത് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങൾ ഇതേപോലെ ഉപയോഗിക്കാൻ വെച്ചോണ്ടിരുന്ന ഒരു സാധനം കഴിഞ്ഞ ദിവസം ബിബി വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ബാഡ് ബോയ്സിലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ സാധനം ഇവിടെ മാച്ചാണ്, അപ്പൊ ഞാനത് ഇവിടെ ചെയ്യണം. ഞാൻ പറഞ്ഞാൽ അത് പൊളിച്ചു, കറക്റ്റ് സിറ്റുവേഷനാ. അപ്പൊ ഞങ്ങള് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന പടത്തിൽ വെക്കാൻ വെച്ചിരുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇപ്പൊ ബാഡ് ബോയ്സ് ചെയ്തോണ്ടിരുന്നപ്പോ അതിലെ സിറ്റുവേഷൻ കുറച്ചും കൂടി സ്യൂട്ടാണ്. അപ്പൊ ബിബിൻ പറഞ്ഞാടാ അത് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ അടിപൊളി, അത് ഒരു കൊടുക്കൽ വാങ്ങലല്ലേ. പിന്നെ എനിക്ക് പറഞ്ഞ സോഷ്യൽ മീഡിയ ചില പേജിലൊക്കെ ചിത്രഗുപ്തന്റെ കാര്യങ്ങൾ ഇടയ്ക്ക് വരും. അതിന്റെ താഴെ കമന്റ് ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പം കണക്ട് ആവാത്ത അല്ലെങ്കിൽ വർക്കായോ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഈ ചിത്രഗുപ്തൻ പക്ഷെ അങ്ങനെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിയില്ല. അത് ഞങ്ങൾ ഇപ്പം ആളുകൾ ട്രോൾ പേജുകളിൽ അത് ഇട്ടിട്ട് ഇത് കൂടുതൽ എത്തുന്നുള്ള പോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. ശരിയാണോ? അത് എനിക്ക് പക്ഷെ തോന്നുന്നില്ല. ഞങ്ങൾക്ക് അന്ന് ആ പടത്തിൽ ചെയ്യുമ്പോൾ തന്നെ അത് വേണോ എന്ന് പലതവണ ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഈ രതീഷിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് വളരെ കൂടുതലായിരുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ടാവും, ചൂട് രതീഷ് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത്ര അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ചായക്കട സീൻ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു റെഫറൻസ് വെച്ചിട്ടൊരു സാധനം വേണോന്ന് ഒരുപാട് പേര് പറഞ്ഞതിന്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ബിബിനും എനിക്ക് അത് വെക്കാൻ ഭയങ്കര മടിയായിരുന്നു. വേണോ എന്നായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. കുറെ പേരൊക്കെ ഇഷ്ടമായി ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ മെജോറിറ്റിക്ക് അത് ഇഷ്ടമായില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ വീണ്ടും കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലത്തെ ചിത്രഗുപ്തൻ പോലെ മറ്റുള്ളത് ഏതൊക്കെ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ കുറെ കമന്റുകൾ. അതെ, ഈ പേരിന്റെ കാര്യം പറഞ്ഞ കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ ഒരു സീനുണ്ട്, പേര് മാറ്റുന്ന സീൻ. ഇപ്പം പേരുകൾ ട്രെൻഡ് ആവുകയാണ്. പ്രത്യേകിച്ച് വിഷ്ണു എന്നുള്ള പേരിന് സോഷ്യൽ മീഡിയ കിട്ടുന്നവരുന്നുണ്ടല്ലോ. എനിക്ക് ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പ് കൂടി അല്ലേ വിഷ്ണു സാധനം വന്നുള്ളൂ. വിഷ്ണു അഖില് അല്ലെ വേട്ടമൃഗങ്ങളാണ്. അമല് എന്താണ് ഇവരോട് പറയാനുള്ളത്? ഇങ്ങനെ വിഷ്ണു ഉണ്ടാക്കട്ടെ, രസമല്ലേ? അങ്ങനെ നമ്മുടെ പേര് ഉന്നതങ്ങളിലേക്ക് പറക്കട്ടെ. വിനു രക്ഷപ്പെട്ടിരിക്കുക. അത് അതിന് പോലും വേണ്ട. പിന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ടെ. ശരിക്കും ആ ഡയലോഗിന്റെ സ്റ്റോറി എന്ന് പറയാം. അപമാനിച്ച് കാരണം നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ ഒരു ഓഫീസില് ഡെയിലി വർക്കിംഗ് ഡേയ്സില് ഒരു തവണയെങ്കിലും ഈ ഡയലോഗ് പറയാത്തവരായിട്ട് ആരുമില്ല. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സ്പേസുകളിലും ആ മോഡുലേഷനിൽ തന്നെ പറയുന്നത്. ആ ഒരു മോഡുലേഷനിൽ ഈ ഡയലോഗ് പറയാത്തവരില്ല. പറയാൻ നമ്മൾ പറയുമല്ലോ. അത് ഉണ്ടായ കാരണം അതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആരെന്നറിയില്ല, നമ്മളെ കൂട്ടത്തിലുള്ള അറിയാതെ ഉള്ളിന്ന് വന്ന സാധനം പറഞ്ഞത്. അല്ല, അത് ഞങ്ങള് മാർഗംകളി എന്ന് പറഞ്ഞ പടം നമ്മുടെ ഇത് ഡയറക്ടർ ശ്രീത്ത്, ഡയറക്ടർ വിപിനൊക്കെ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ പരസ്പരം കളിയാക്കുകയും അന്ന് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന സാധനം അങ്ങനെ നമ്മളുടെ ഇടയിൽ ഞങ്ങൾ അങ്ങനെ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ എന്തും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കും, ഞാനും കളിയാക്കും, ഇവന്മാരും എന്നെ കളിയാക്കും. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അപമാനിച്ച് കഴിഞ്ഞാൽ പൊക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചിരി. അപ്പോൾ ഇത് സാധനം വെക്കാം, അപ്പോൾ അത് ഇടക്കിടക്ക് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ അത് കളിയാക്കൽ കൂടിപ്പോയത് അന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല സാധനം. അത് പിന്നീട് വന്നപ്പോഴാണ് നേരെ പണി കിട്ടി. ഇവന്മാർക്കൊക്കെ തെറിവിളിയായി, ശ്രീത്തിന് വിപിനൊക്കെ മറ്റേ തെറി. ഞാൻ മാത്രം സേഫായിട്ട്
അതിന്റെ ബാക്ക് സ്റ്റോറി ഇവൻ എഴുതിയ ഡയലോഗാണ്. അതിന് വേറൊരു ആംഗിൾ കൂടി ഉണ്ട്. അങ്ങനെ ഒരു ഡയലോഗ് എഴുതുകയും ഇവനെ കളിയാക്കിയാലല്ലേ ഇവന് ഈ ഡയലോഗ് പറയാൻ പറ്റുള്ളൂ. കളിയാക്കണത് എന്തായാലും വേണം സിനിമ, എന്നാലേ ഈ ഡയലോഗ് പറയാൻ പറ്റുള്ളൂ. ആ ഡയലോഗ് പറഞ്ഞ അത് ഹിറ്റായി, അതിലൂടെ ഇവനൊരു കരിയർ സ്വന്തമായിട്ട് ഉണ്ടായില്ലേ. ഞാൻ സ്റ്റാർ ആയിരുന്നു. നോട്ട് ദ പോയിന്റ്. അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്തൊരു ഹിറ്റ് സീനാണ് ഗാനഗന്ധർവനിലെ ഗ്രാഫിക് ഡിസൈനർ. എന്നിട്ടൊരു ചിരിയുണ്ട് ഇവിടുത്തെ ഡിജിറ്റലുകാർ ഇപ്പം അത് ആരാധിച്ച് മനസ്സിരിക്കുക. അതിലും വേറെ ലെവലാണെന്ന് അവര് പറയുന്നത്. അതിങ്ങനെ അത് രമേഷ് പിഷാരടിയുടെ പുള്ളിയുടെ സംഭവം. പുള്ളി എന്നോട് പറഞ്ഞാൽ അതിനകത്തൊരു ഒറ്റ സീനുള്ളൂ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരത് ചെയ്യാട്ടാ അത് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണത്. ഞാനപ്പോൾ വിഷാരിയുടെ എന്ത് പരിപാടി പുള്ളിയുടെ വന്നിട്ടല്ല, അപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് വിട്ട്, ചേട്ടാ അടുത്ത പരിപാടിയിൽ നമ്മളെ വിളിക്കണോട്ടാ. അപ്പോൾ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് വിളിച്ച്, നിൻ്റെ അഴകെന്ന് പറയുന്ന പടത്തിൽ നീ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ചേട്ടനെ ഞാൻ വിളിച്ചല്ല, ചേട്ടനായിട്ട് വന്നില്ല, എന്നിട്ട് ഞാൻ പകരം ചൂടിനെ വെച്ചാണ് ചെയ്തതെന്ന് പറഞ്ഞു. എന്നാൽ ശരിടാ, ഓക്കെ, ഞാൻ നിന്റെ അടുത്ത പടത്തിൽ വിളിക്കാം, നീയും വരണ്ടെന്ന്. അതൊരുമാതിരി നിങ്ങളുടെ ഈ വോയിസ് നോട്ടുകളൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ കുറെ ചിരിക്കാല്ലേ. അങ്ങനത്തെ ഈ പറഞ്ഞാൽ ഇപ്പൊ കോമഡി എഴുതുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാണോ കോമഡി എഴുതുന്നത്? പിന്നെ തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞിട്ട് അത് പിന്നീട് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ സമയത്ത് ഞാൻ ഇത് ഇതായിട്ട് പറയണ്ട, ഓപ്പണായിട്ട് പറയും, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞ പരിപാടി. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി കേൾക്കാനും തുടങ്ങിയത്. പിന്നെ മനസ്സിലാക്കി ഒരാളെപ്പറ്റി ശരിയാണ്. അപ്പോൾ പണ്ട് മുതലേ എനിക്കിത് കേട്ടുള്ളതുകൊണ്ട്, എനിക്ക് തൊലിക്കെട്ടുള്ളതുകൊണ്ട് എനിക്കിത് അങ്ങനെ ഭയങ്കര ഇത് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് വേറെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ഞങ്ങളിരിക്കുന്ന എല്ലാ പരിപാടിയിലും അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ മനഃപൂർവ്വം കട്ട് ചെയ്യണം, അത് വേണ്ടിട്ട് അത് പണി വാളും. ഒരു സാധനം നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും, അത്ര വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ അപമാനിച്ച് കഴിഞ്ഞാൽ ആ ഡയലോഗ് ഞാൻ വൈഫിൻ്റെ അടുത്ത് പോയി പറയുമായിരുന്നു ഇങ്ങനെ ഡയലോഗ്. അപ്പോൾ അവളന്ന് ചോദിക്കുമായിരുന്നു എന്നോട്, ഇത് ഇത്തിരി കൂടുതലല്ലേ ചേട്ടാ അത് ചോദിക്കുന്നത്. അന്ന് അവരൊന്ന് പോടി അത് കൂടുതലൊന്നുമല്ല, അന്ന് ചോദിച്ചാൽ ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് പറയണേ. അന്ന് നമുക്ക് അങ്ങനെ ബോധ്യം ഉണ്ടായില്ല, ഇപ്പം വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള എഴുത്തുകളിലൊക്കെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് എഴുതുന്നത്. വിഷ്ണുവിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഇനിയെങ്കിലും ഇപ്പൊ ഭാര്യ പറഞ്ഞ കേട്ട് ജീവിക്കുന്നത് അതാണ് ആരോഗ്യത്തിനും നല്ലത് അല്ലേ. അല്ല, ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഇത് ഗോസിപ്പ് ആണെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. അതായത് നേരത്തെ കോമഡി മാസ് മൂവി എന്ന് പറഞ്ഞതുകൊണ്ട് പണ്ടെപ്പോഴോ കേട്ടിട്ടുള്ള ഒരു കഥയും കൂടെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ ഏകദേശം ഞാൻ എവിടോട്ട് പോകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. ഒരു ലാലേട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് സിനിമ എന്നൊരു കരക്കമ്പ് എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. അതിനൊരു സാധ്യത അതല്ല. ഓക്കെ, അതിന്റെ സാധ്യതകൾ ഒന്നും ആയിട്ടില്ല. സമയമെടുക്കും. ക്ഷമ വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ. എന്തായാലും നമ്മളെ കാണുന്നവരുടെ അടുത്ത് എന്താണ് ഇടിയൻ ചന്തുവിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അവര് വരേണ്ടതിന്റെ ഒരു എന്ത് കാര്യത്തിന് വന്നോന്നല്ലേ. ഇടിയൻ ചന്തു നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ അത്യാവശ്യം നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് പരിപാടിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ നിരാശപ്പെടില്ല. കാരണം വന്നാൽ എന്തെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അത് പൊളിയായിരുന്നു കേട്ടാ എന്ന് പറയാനുള്ള സാധനം ഉറപ്പായിട്ടും സിനിമയിലുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒരു സ്വാഗ് ഉണ്ടാവോ? അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ വെടിക്കെട്ടിൽ കണ്ട പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഇതിലൊരു ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആസ് എൻ ആക്ടർ എനിക്ക് ഈ പറഞ്ഞ പോലെ വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇതിലെ ചന്തു. അപ്പോൾ ഞാൻ ആദ്യം മാസ്റ്ററൊക്കെ വരുന്നു, ഭയങ്കര ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു സാധനം ആയിരിക്കുമോ എന്നൊക്കെ ഒരു ധാരണ എൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്യാരക്ടറും അതുമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് മാച്ച് ആവുകയില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഇച്ചിരി ഓഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആക്ച്വലി. ബട്ട് സ്റ്റിൽ പടത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ റിവ്യൂസ് വരുന്നതിനെ കുറിച്ചുള്ള അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം. അതിനൊരു അതിർവരമ്പ് വേണോ? ഞാനൊന്നും മിണ്ടുന്നില്ല. അതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ റിവ്യൂസ് എന്തായാലും ആൾക്കാർ ചെയ്യട്ടെ. നമുക്ക് പടം കാണുമ്പോൾ എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും പിന്നീട് ആളുകൾ സിനിമ കാണുമല്ലോ അല്ലേ, അതാരെന്ത് പറഞ്ഞാലും. പക്ഷെ ഡാമേജ് ആകാറുണ്ട്, കനത്തിൽ പറയുന്നത് ഡാമേജ് ആകാറുണ്ട്, നമുക്ക് ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷെ
അത് കണ്ടതുകൊണ്ട് ചില റിവ്യൂ കണ്ടിട്ടാണ് ഈ പടം കാണാതിരുന്നത്. പിന്നീട് ടി വി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് ഭയങ്കര നഷ്ടമായി പോയി എന്ന് പറയുന്ന 1 2 അല്ല, ന്യൂമറസ് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ വല്ലാതെ തളർത്തും. അപ്പം നമ്മൾ ചെയ്തൊരു പ്രൊഡക്റ്റ് മോശമാണെന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയും. ചില പ്രൊഡക്റ്റുകൾ അതിൽ നമുക്ക് അപ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ അത് തിരിച്ചറിയണമല്ലോ, എന്നാലേ നമുക്കും വളർച്ചയുള്ളൂ. പക്ഷേ പിന്നീടും വന്നിട്ട് കുറേ പേര് ഇത് നല്ലതായിരുന്നു പക്ഷെ അന്ന് റിവ്യൂ കണ്ടുകൊണ്ടാണ് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് റിവ്യൂവിനോട് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. ഇടിയൻ ചന്ദന്റെ മ്യൂസിക്കിനെ കുറിച്ച് കൂടി ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. പുതിയ 2 ആൾക്കാരാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, അരവിന്ദും മിൻഷാദും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ദീപക്കേട്ടനാണ്. ദീപക്കേട്ടനൊരു പ്രൊമോ സോങ്ങും ചെയ്തിട്ടുണ്ട്, അത് 2 ദിവസത്തിനുള്ളിൽ വരും. ഡാബ്സിയാണ് അത് പാടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, എനിക്കൊന്ന് ബിനുവിൻ്റെ ഒരു ലാൽ ജോസോ അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പറ്റുമോ? സലീം വേണ്ടത് മീശ മുതൽ ശ്രദ്ധിക്കൂ, മാധവൻ നായർ സർവേനമ്പർ 112-11 എൻ്റെ പേര് മുകുന്ദനുണ്ണി, വക്കീല, റെക്കോർഡ് വിശ്വസല്ലേ. ഐ ഒബ്ജക്ട് യുവർ ഓണർ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എം മാധവൻ നായർ, എം മാധവജി കാണാനൊരു ലുക്കിലൊന്നുള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. അടിപൊളി. നിങ്ങളുടെ ഒരു സൗഹൃദത്തെ കുറിച്ചുകൂടി പറയാം. എനിക്കൊന്ന് ഭയങ്കര നല്ല കൂട്ടുകാരാണ് നിങ്ങൾ രണ്ടുപേരും. അതെ, അത് വിഷ്ണു പറയട്ടെ. ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ എല്ലാത്തിനും, അതിപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞത്, അതിലുള്ള പല സുഹൃത്തുക്കളും ഒരേ മനസ്സോടുകൂടി എല്ലാത്തിനും പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് ആകെ ഇച്ചിരി മാറിയിരിക്കണത് ബിനു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ടൂർ പോയപ്പോൾ നീ വന്നാ അതൊക്കെ പറയാനൊരു വേദി കിട്ടാൻ നമ്മളെ ഇവിടെ എന്താണ് കാന്തല്ലൂര് വണ്ടി വിളിച്ച് ട്രിപ്പ് പോകണേ എല്ലാവരും കൂടി, നീ വന്നോ? അന്ന് എന്തായിരുന്നു എന്റെ സോക്സ് കാണാനില്ല അതൊക്കെ പറഞ്ഞ സ്ഥിരം വരാത്ത ചങ്കാണോ? സ്ഥിരം ടൂറിന് വിളിച്ച പോവാത്ത ചങ്കാണോ? അതാണ്, വേറെ ഒന്നുമില്ല, എന്തിനും പരിപാടിയായിട്ട് മടി, വെറും മടി. ഇനി ഞാൻ മറ്റേ ഡയലോഗ് കൂടെ പറയാം, അപമാനിച്ച് പോയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇടിയൻ ചന്തു കേട്ടതിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എല്ലാ പേരൻസും ഒരുപക്ഷെ കാണേണ്ട ഒരു സിനിമയാണ്. കുട്ടികൾ പല സമയങ്ങളിലും കാണിക്കുന്ന പല ബിഹേവിയർ പാറ്റേൺസിനും പിന്നിലൊരു റീസൺ ഉണ്ടാവും. അത് മനസ്സിലാക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു വലിയ മെസ്സേജ് കൂടി ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ട ചിത്രം ആയിട്ട് തന്നെ ആ ഒരു ലെയറും തീർച്ചയായിട്ടും ഈ സിനിമയിലുണ്ട്. ഇതിൽ കാണിക്കുന്ന 2-3 കുടുംബങ്ങളുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് 3 കുടുംബത്തിലെയും സ്ഥിതി 3 തരത്തിലാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ആർക്കെങ്കിലും പഠിക്കാനും പറ്റി കഴിഞ്ഞാൽ അതും വലിയ നേട്ടമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇടിയൻ ചന്തു ബോക്സ് ഓഫീസിലൊരു ഇട്ടി നടത്തട്ടെ, അതെ, അങ്ങനെ തകർക്കട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം രണ്ടുപേർക്കും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.